ഇന്ത്യയിൽ ഇസ്രയേലിനൊരു താവളമുണ്ട്. ഇസ്രയേൽ സൈനിക പരിശീലനം കിട്ടിയ നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു. അതിൽ ഗാസയിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയ പലസ്തീനികളുടെ, ലോക മുസ്ലിമുകളുടെ ഏറ്റവും വലിയ ശത്രുവായ ചില സൈനിക ഉദ്യോഗസ്ഥന്മാർ വരെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഇസ്രയേലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ ചെന്നാൽ നിങ്ങൾ ഇസ്രയേലിൽ ചെന്നതുപോലെയാണ്, മിനി ഇസ്രയേൽ എന്നാണ്. അവിടെ ഹീബ്രു ഭാഷയിലെ ബോർഡുകളും ഇസ്രയേൽ ഭക്ഷണങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യ വലിയ തോതിൽ ഇസ്രയേൽ സൈന്യത്തിന് ഇന്ത്യയിൽ താവളം കൊടുത്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ സൈന്യമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് 8200 എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു ബേസ് ക്യാമ്പും ഇന്ത്യയിലുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ പത്രങ്ങളിൽ വന്നതാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് വലിയ തോതിൽ ആഘോഷിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഇന്ത്യ വലിയ തോതിൽ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത വന്നത്. ഒരു കണക്കും അവർ പുറപ്പെടുവിച്ചു. അതായത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. 2025 നവംബർ 30 വരെയുള്ള കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ, ഭാരത സർക്കാർ ഇസ്രയേലിന് 2596 തവണ ആയുധങ്ങൾ ഗസയിൽ പ്രയോഗിക്കാനുള്ള, ഹമാസ് ഭീകരരെ കൊന്നു മുടിക്കാനുള്ള ആയുധങ്ങൾ ഇന്ത്യ സർക്കാർ കൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് വലിയ തോതിൽ ആഘോഷിച്ചത്. ഇന്ത്യക്ക് ഇസ്രയേൽ താവളമൊരുക്കുന്നു, ഇസ്രയേൽ സൈനികർ ഇവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പാകിസ്ഥാനിൽ വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ മീഡിയ ഇത് ആവർത്തിക്കുകയാണ്. മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ മീഡിയയിലൊന്നും വന്നിരിക്കുന്നത് കേരളത്തിൽ വന്നിരിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ മുസ്ലിം ചാനലുകളൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം ചാനൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുക്കാൽ മീഡിയ. ആ മുക്കാൽ മീഡിയയിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇന്നലെ ദാവൂദ് മാധ്യമം ഗ്രൂപ്പിൻ്റെ മീഡിയ വണ്ണിൻ്റെയൊക്കെ മാനേജിംഗ് എഡിറ്ററോ മുതലാളിയോ ഒക്കെ ആയിട്ടുള്ള ബുദ്ധിജീവി, മൊട്ടത്തല കണ്ടാലേ അറിയാം ഭയങ്കര ബുദ്ധിയാണെന്ന്, ബുദ്ധിജീവി പറയുകയാണ് ഇന്ത്യ കാണിക്കുന്ന മഹാവൃത്തികേടാണ്. ഹിമാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾ, കാസോൾ, പാർവതി വാലി മേഖലയിലുള്ള ഒരു സ്ഥലമാണ് കാസോൾ. ഈ കാസോൾ എന്ന് പറയുന്ന സ്ഥലം മിനി ഇസ്രയേൽ എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ കാസോൾ, പാർവതി വാലി പ്രദേശത്തെ കാസോൾ, ധർമ്മക്കോട്ട, ടെൽ അവീവ് ഓഫ് ദ ഹിൽസ്, മലമുകളിലെ ടെൽ അവീവ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മക്ലിയോട്ട് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം, പിന്നെ ഓൾഡ് മണാലി, പുൽഗ, കൽഗ, തോഷ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കൊരു ഇസ്രയേലിൽ ചെന്ന പോലുള്ള ഫീൽ ഉണ്ടാവും. കാരണം ഒരുപാട് ഇസ്രയേലി ചെറുപ്പക്കാരെ, യഹൂദന്മാരെ നിങ്ങൾക്ക് അവിടെ കാണാം. അവരെല്ലാം ബാക്ക് പാക്കേഴ്സാണ്. അതായത് ബാഗും ചുമലിലിട്ട് ലോകം കാണാൻ പോകുന്നവർ. സ്വാഭാവികമായി അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഈ സ്ഥലങ്ങളിൽ ഒരു വർഷം 10,000-ഓളം ജൂതന്മാർ വരുന്നു എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. ഇങ്ങനെ വരുന്ന ചെറുപ്പക്കാർ, ഇസ്രയേലിൻ്റെ രീതി അനുസരിച്ച് അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ പേർ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സൈനിക പരിശീലനം നേടിയിരിക്കണം. അങ്ങനെ സൈനിക പരിശീലനം ലഭിച്ച ചെറുപ്പക്കാരാണ് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഹിമാചൽ പ്രദേശിലേക്ക് വരുന്നത്. അവിടെ ഹിബ്രുവിലുള്ള ബോർഡുകളുണ്ട്. കാരണം ഇത്രമാത്രം ഇസ്രയേലുകൾ വരുമ്പോൾ അവർക്ക് വഴി കാട്ടാൻ വേണ്ടി ബോർഡുകളൊക്കെ, സൈൻ ബോർഡുകൾ, നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന സ്ഥലം അറിയുന്ന ബോർഡുകളില്ലേ, അതൊക്കെ ഹിബ്രുവിൽ എഴുതിയിട്ടുണ്ട്. ഇസ്രയേലി ഫുഡ് വിൽക്കുന്ന ഹോട്ടൽസ് ഉണ്ട്, ചബാത്ത് ഹൗസുകളുണ്ട്, ഇവരുടെ പ്രാർത്ഥനാ സൗകര്യത്തിനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇസ്രയേലാണോ എന്ന് തോന്നും. ഇന്ത്യ എന്തിനാണ് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇസ്രയേലുകളെ തടയേണ്ടത്? ഇതാണ് ചോദ്യം. ഇന്ത്യയുടെ ശത്രു രാജ്യം ഒന്നും അല്ലല്ലോ ഇസ്രയേൽ. ഇസ്രയേലുകൾ ഇന്ത്യയിലേക്ക് വരും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ദേവഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഏറ്റവും മനോഹരമായ കാലാവസ്ഥയുള്ള, പ്രകൃതി രമണീയമായ, സമാധാനത്തോടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം. പ്രത്യേകിച്ച് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരുമാണ്. അവിടെ ഇസ്രയേലികൾ വരുന്നു, അവരവിടെ കുറേ നാൾ താമസിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ഇതിനൊക്കെ എന്താണ് ഈ സുഡാപ്പികൾക്ക്, ജമായത്തെ ഇസ്ലാമികൾക്ക്, മൗദൂദികൾക്ക് എന്താണ് പ്രശ്നം? ദാവൂദ് പറയുന്നത് അത് ശരിയല്ല. കാരണം അവിടെ ഒരാൾ വന്നിരുന്നു, ഇറ്റാൻ ഗിൽബോ എന്ന് പറയുന്ന ആൾ സൈനികനാണ്. അവരുടെ 271 കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് ബറ്റാലിയൻ്റെ സൈനികനാണ് ഇറ്റാൻ അവിടെ വന്നു.
ഇറ്റാൻ ഗിൽബോ വന്നു. ഇറ്റാൻ ഗിൽബോ എന്ന് പറയുന്ന ആള് ഗാസയിലെ കെട്ടിടങ്ങളൊക്കെ തകർത്ത ആളാണ്. അത്രയും വലിയ ഭീകരൻ ഇന്ത്യയിലേക്ക് വന്നു. അയാളുടെ ജോലി രാവിലെ ഒരു കൂട എടുത്തുകൊണ്ട് പോയി കാണുന്ന കെട്ടിടമൊക്കെ പൊളിക്കലല്ല, പട്ടാളത്തിലാണ്. പട്ടാളക്കാരൻ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഭാഗമാണ്. പൊളിക്കട എന്ന് പട്ടാളം ഉത്തരവിട്ട ഇവർ പൊളിക്കും. അത് അയാളുടെ തൊഴിലാണ്. അയാളുടെ രാജ്യത്തെ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അയാൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇന്ത്യ വരാൻ പാടില്ലേ? അയാൾ ഇവിടെ വന്നു, അയാൾ ഇവിടെ താമസിച്ചു, അയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, എത്ര മനോഹരം ഇന്ത്യ, ഞങ്ങളെ ലോകം മുഴുവൻ വേട്ടയാടിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് അഭയം നൽകിയ ഇന്ത്യ, ആ ഇന്ത്യയിൽ ഞാൻ വന്നിരിക്കുന്നു, മനോഹരമായ പ്രദേശമാണ് ഈ ഹിമാചൽ പ്രദേശ്, കാസോൾ അതിമനോഹരമായ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ സോഷ്യൽ മീഡിയയിൽ, എക്സിൽ, FBയിലൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു വലിയ ഹാൻഡലായിട്ടുള്ള ഒരു സംഘടനയാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ, ഒരു മുസ്ലിം സംഘടനയാണ്. അവർ കൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിനും ഒക്കെ പരാതി കൊടുത്തു. കൊടും ഭീകരൻ ഇവിടെ വന്നിരിക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യണം. ഇന്ത്യ എന്തിനു അറസ്റ്റ് ചെയ്യണം? ഇപ്പോൾ ദാവൂദിൻ്റെ കരച്ചിൽ ഈ ഇറ്റാൻ ഗിൽബോ എന്ന് പറയുന്ന ഇസ്രയേൽ പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, സൈനികൻ ഇവിടെ വന്ന് ഹിമാചലിൽ വന്ന് താമസിച്ചു. ഇന്ത്യ സർക്കാർ അവനെ പിടിക്കണമായിരുന്നു, പിടിച്ച് നല്ല ഇടി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. ഇങ്ങനെയാണോ? ഇസ്രയേൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഇന്ത്യ വരാം, അമേരിക്കൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കും ഇന്ത്യ കാണാൻ വരാം, ലോകത്തിലെ ഏത് രാജ്യത്തുള്ള ആളുകൾക്കും വരാം. പാകിസ്ഥാൻ വന്നാൽ മാത്രമേ നമ്മൾ സംശയിക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് പട്ടാളക്കാരാവട്ടെ, ഡോക്ടർമാരാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, തൊഴിൽ രഹിതരാവട്ടെ, ബെൽജിയം പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തൊഴിൽ രഹിതർക്ക് പോലും സർക്കാർ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിച്ച് അവർ ടൂറിന് വരും. അപ്പോൾ ഇസ്രയേലുകാർ ഇന്ത്യ വരാൻ സമ്മതിക്കാൻ പാടില്ല. ഇതാണ് മുക്കാൽ മീഡിയ ഇരുന്ന് പറയുന്ന കഥ. നോക്കൂ, എന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, ഓഗസ്റ്റ് 15. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് മാത്രം നിങ്ങൾ അറിയാൻ പോകുന്നൊരു വാർത്ത ഞാൻ പറയാം, നമ്മുടെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 15 20 പേരുള്ള ഒരു സംഘം സീനിയർ സിറ്റിസൺ ഇസ്രയേലി മുതിർന്ന പൗരന്മാർ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൊട്ടോറബിൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ് സ്പിതി വാലി. അതിമനോഹരമായ സ്ഥലമാണ് സ്പിതി വാലി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ടുന്ന ഇന്ത്യയിലെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് സ്പിതി വാലിയിലേക്ക് ഈ മുതിർന്ന ഇസ്രയേലി പൗരന്മാരുടെ ഒരു സംഘം യാത്ര ചെയ്യുകയായിരുന്നു. അവർ കിന്നൗർ, സ്പിതി ടൂറിലാണ്. കിന്നൗർ എന്ന് കേട്ടിട്ടുണ്ടോ? കിന്നര ദേശം, കിന്നരന്മാരല്ലേ, കിന്നരന്മാർ, അതിൽ കിന്നരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് കിന്നൗർ. ആ കിന്നൗർ സ്പിതിയിലേക്ക് യാത്ര പോകുന്ന ഈ സംഘം അവിടെയുള്ള ഹിക്കിം പോസ്റ്റ് എന്ന് പറഞ്ഞ സൈനിക പോസ്റ്റ് സന്ദർശിച്ചു. ഹിക്കിം പോസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന സൈനിക പോസ്റ്റാണ് ഇന്ത്യയുടെ. ഇന്ത്യൻ ആർമിയുടെ ആ പോസ്റ്റിൽ ഈ ഇസ്രയേലി പൗരന്മാർ ചെന്നിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഇന്ത്യ ഞങ്ങളുടെ പിതൃരാജ്യമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മാതൃരാജ്യം ഇസ്രയേലാണെങ്കിൽ ഇന്ത്യ പിതൃരാജ്യമാണ്, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് അവരവിടെ ദേശീയ പതാക ഉയർത്തി. ഇസ്രയേലി പൗരന്മാർ. നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമവും പറഞ്ഞില്ല. ഇതുകൂടെ കണ്ടപ്പോൾ ദാവൂദിന് മുക്കാൽ മീഡിയ ടീമിനങ്ങ് അങ്ങ് പൊട്ടി. ഇസ്രയേലുകൾ ഇന്ത്യ വന്നിട്ട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. സഹിക്കുമോ സുഡാപ്പികൾക്ക്? അതുകൊണ്ടാണ് ഇന്നലെ അടുപ്പുകൂട്ടി ചർച്ചയിലിരുന്ന് ഭയങ്കര ചർച്ചിക്കലാണ്. ഇന്ത്യ ഇങ്ങനെ ചെയ്യാമോ? ഇസ്രയേലുകൾക്ക് ഇതെല്ലാം കൊടുക്കുന്നു, പാവപ്പെട്ട ഗസയിലെ ആളുകളെ കൊല്ലുന്ന, അവർക്ക് ആയുധം കൊടുക്കുന്നു, അവർക്ക് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഹിമാചൽ പ്രദേശം മുഴുവൻ, ഈ കാസോൾ ഏരിയ മുഴുവൻ ഇവർ ഒന്ന് നിറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയായിരുന്നു. നോക്കൂ, ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് ഇസ്രയേൽ ജനതയെ ലോകം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറയുന്നു, അവർക്ക് അഭയം കൊടുത്ത അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച് നമ്മുടെ ആളുകളെ പോലെ പരിപാലിച്ച് ഈ നാട്ടിലെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഈ നാട്ടിലെ പൗരന്മാരെ പോലെ പോറ്റി വളർത്തി നിലനിർത്തിയ രാജ്യം ഇന്ത്യയാണെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുമൊക്കെ എത്രയോ ഇസ്രയേലികൾ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് പോയ ഇസ്രയേലിൽ താമസിക്കുന്ന ഒരു സ്ഥലം കൊച്ചി എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേലിനോട് എക്കാലത്തും വളരെ ഹൃദ്യമായ ബന്ധം ഇന്ത്യക്കുണ്ടായിരുന്നു. തിരിച്ചിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇസ്രയേൽ ഇന്ത്യ ബന്ധം അതിശക്തമാവുകയും ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾക്ക് ഇസ്രയേലിനെ സഹായിക്കുന്നു. ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നു, നമ്മൾ സഹകരിച്ച് ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ ബന്ധം പണ്ട് കേട്ടിട്ടില്ലേ? ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക GPS നൽകാതിരുന്നപ്പോൾ ഇസ്രയേൽ നമുക്ക് തന്നു. അങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനികളെ തുരത്തിയതെന്ന്
പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടത്രേ, ഇന്ത്യയോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഇസ്രയേലിനോടും യുദ്ധം ചെയ്യണമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഡാപ്പികൾക്ക് സഹിക്കത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇസ്രയേലി ഭടന്മാർക്ക് ഹിമാചൽ പ്രദേശിലെ കാസോളിൽ മിനി ഇസ്രയേൽ എന്ന തരത്തിൽ ഒരു ക്യാമ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എന്താന്നേ, ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ എല്ലാ കാര്യത്തിലും സൈനികമായും ഒക്കെ സഹകരിച്ചു പോകുന്ന രാജ്യമാണ്. കുറച്ച് ഇസ്രയേൽ പട്ടാളക്കാർ കിടക്കട്ടെന്ന് ഇന്ത്യയിൽ. നാളെ നിൻ്റെ ഹമാസൊക്കെ കാശ്മീർ വഴി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു തുണയ്ക്ക് പ്രയോജനപ്പെട്ടേക്കും. ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തീരുമാനിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ആൺകുട്ടികളുണ്ട്, അവർ തീരുമാനിക്കും. അതല്ലാതെ അടുപ്പ് കൂട്ടി ചർച്ചയിലെടുത്തിട്ട് ഇസ്രയേലുമായിട്ട് സൗഹൃദം പാടില്ല, ഇസ്രയേൽ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു അവനെ അറസ്റ്റ് ചെയ്തില്ല, ഇസ്രയേലുകൾ ഇവിടെ വന്ന് എന്തിനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കുന്നത്, കൊടി ഉയർത്തുന്നത്, ദേശീയ പതാക ഉയർത്തുന്നതൊക്കെ എന്ന് ചോദിക്കാൻ യാരുവ താൻ? അല്ല, അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക. ഇത് ഇന്ത്യക്കാരുടെ വിഷയമാണ്, അല്ലാതെ പാകിസ്ഥാനികളുടെ വിഷയമല്ല കേട്ടോ. പാകിസ്ഥാന് ചൊറിയുമ്പോൾ ഇവിടെ ഇരുന്ന് മാന്നണ്ട. കാരണം ദാവൂദ് അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഈ വിഷയം പറഞ്ഞത് ദാവൂദിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടല്ല. ദാവൂദെ, ഞങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ കാണുന്നവരാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന അതേ സാധനം എടുത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പാകിസ്ഥാന് വേണ്ടി. കുറേ കാലമായില്ലേ നിങ്ങൾ ഈ പണി പാകിസ്ഥാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അടുപ്പ് കൂട്ടി ചർച്ച കാണുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ റീച്ച് കൂട്ടാനല്ല, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾ പറയുന്ന രാജ്യവിരുദ്ധത, നിങ്ങൾ പറയുന്ന മതവിരുദ്ധത, ഹിന്ദു വിരുദ്ധത, ഇതെല്ലാം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ആശയപരമായി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കൂടിയാണ് ആണ്. ഏതായാലും ഇന്ത്യക്ക് ഇസ്രയേൽ ആത്മബന്ധുവാണ് തിരിച്ചും. അതുകൊണ്ട് ചിലപ്പോൾ ഇസ്രയേൽ പട്ടാളക്കാരൊക്കെ ഇവിടെ വന്നു പോയെന്നിരിക്കും. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി ഇന്ത്യ ലൈവ് എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.